കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ആറന്മുള ക്ഷേത്രവും വള്ളസദ്യവും ഒക്കെ ഉള്ള ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യവും കാര്യങ്ങളുമാണ്. വള്ളസദ്യ ഉണ്ടാവാനുള്ള കാരണങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി, അതായത് മഹാവിഷ്ണു, മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ രഥം തെളിച്ച ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. ആ മഹാഭാരത യുദ്ധത്തിൽ ആയുധമെടുക്കില്ലെന്ന ശപഥം തെറ്റിച്ച് കൗരവപ്പടയ്ക്ക് മുന്നിൽ തളർന്ന അർജുനനെ രക്ഷിക്കാൻ ചക്രവുമേന്തി ഓടിയെടുത്ത ഭഗവാന്റെ ഭാവമാണിവിടെ. യുദ്ധശേഷമുള്ള പാപബോധം തീർക്കാൻ അർജുനൻ പ്രതിഷ്ഠിച്ചതാണ് ഈ വിഗ്രഹം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആറന്മുള എന്നുള്ള പേര് വരാൻ നിലയ്ക്കൽ അർജുനൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം പമ്പാ നദിയിലൂടെ 6 മുളകൾ കൂട്ടിക്കെട്ടിയ ചങ്ങാടത്തിൽ ഇവിടെ കൊണ്ടുവന്നതിനാലാണ് ഈ സ്ഥലത്തിന് ആറന്മുള എന്ന് പേര് വന്നത്. ആ വള്ളസദ്യയുടെ ഒരു ഐതിഹ്യം കൂടി പറയാം. കാട്ടൂർ മനയിലെ ഭക്തനായ ഭട്ടതിരിക്ക് തിരുവോണത്തോണിയിൽ ആറന്മുളയിലേക്ക് വഴിപാട് വിഭവങ്ങൾ എത്തിക്കാൻ, വഞ്ചി യാത്രയിൽ സംരക്ഷണം നൽകാൻ പള്ളിയോടങ്ങൾ, അതായത് ചുണ്ടൻ വള്ളങ്ങൾ കൂടെ പോയി. ഈ ഓർമ്മയിലാണ് തിരുവോണത്തോണിയെ സ്വീകരിക്കുന്നതും വള്ളസദ്യ നടത്തുന്നതും. വള്ളസദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തി നിർഭരമായ സമൂഹ സദ്യയാണിത്. ഭഗവാന്റെ പ്രതീകമായ പള്ളിയോടങ്ങളിലെ തുഴച്ചിൽക്കാർക്ക് നൽകുന്ന വഴിപാടാണിത്. സദ്യയിലെ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ, വള്ളപ്പാട്ട് പാടിയാണ് തുഴച്ചിൽക്കാർ വിഭവങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്. 64ലധികം കൂട്ടം വിഭവങ്ങൾ സദ്യയിൽ വിളമ്പും. അമ്പലപ്പുഴ പാൽപ്പായസം, അമ്പലപ്പുഴ അരവണ, ചക്ക വരട്ടിയത്, വറുത്ത എരിശ്ശേരി തുടങ്ങിയ പ്രത്യേകത ഉണ്ട്. ശരിക്കും ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ, അതായത് കർക്കിടവാവ് മുതൽ കന്നിമാസത്തിലെ പള്ളിയോട ഏറാം ഘട്ടം വരെ ഏകദേശം 60 ദിവസത്തോളം വള്ളസദ്യ നടക്കുന്നു. ആറന്മുള ഉത്രട്ടാതി ജലമേള, ആറന്മുള കണ്ണാടി, തിരുവോണത്തോണി എന്നിവയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ക്ഷേത്രത്തിന് തന്നെ നല്ല പ്രാധാന്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ, തിരുവാറന്മുളയപ്പൻ എന്ന് അറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവാൻ കേരളത്തിനകത്തും പുറത്തുമുള്ള ഭക്തരാൽ ആരാധിക്കപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണിത്. 6 അടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുളയിലാണ്. ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്ര മുൻഭാഗം മുല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമാണ്. അപ്പോൾ 2 പഞ്ചായത്തിൽ പെടുന്നു. ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. തിരുവോണത്തോണിയും അഷ്ടമി രോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന പരിപാടികളാണ്. അതേപോലെ തന്നെ ആറന്മുള കണ്ണാടി വളരെ പ്രശസ്തമാണ്. അതുപോലെ എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ച പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നത് ഇവിടെയാണ്. 18ാം നൂറ്റാണ്ടിലെ ചിത്രകാരന്മാർ വരച്ച നിരവധി ചുമർചിത്രങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേത് ആണ് ആറന്മുള വിഗ്രഹം. കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ഗീതോപദേശത്തിന് അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപത്തിൻ്റെ നിലയിലാണ് വിഗ്രഹമെന്നാണ് വിശ്വാസം. ആറന്മുള ക്ഷേത്രം നിർമ്മിച്ചതും അർജുനൻ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. യുദ്ധക്കളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിനുള്ള പാപഭാരം തീർക്കാനായിട്ട് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. എന്നാൽ ഈ വിഗ്രഹം ആദ്യം പ്രതിഷ്ഠിച്ചത് നിലയ്ക്കലാണെന്നും എന്നിട്ട് അവിടുന്ന് വന്നത് കാരണമാണ്, ആ മുളയിൽ കൊടുന്നത് കാരണമാണെന്നൊക്കെയാണ് ആറന്മുള എന്നുള്ള പേര് വന്നത് എന്നൊക്കെയാണ്. ഈ ക്ഷേത്രം ഇരിക്കുന്നതിന് അല്പം പടിഞ്ഞാറായിട്ട് തെക്കേ കരയിൽ
ഒരു മാടത്തിൽ വിളക്ക് കണ്ട് ചങ്ങാട അടുപ്പിച്ചു. വിഗ്രഹം അവിടെ കൊണ്ടുവച്ച് വിളക്ക് കണ്ട സ്ഥലത്തിന് ഇന്ന് വിളക്ക് മാടം എന്നാണ് പേര്. വിഗ്രഹം 6 മുളന്തണ്ടുകളിൽ കൊണ്ടുവന്നതിനാണ് ആറന്മുള എന്നുള്ള പേരുണ്ടായത് എന്നാണ്. അത് ശരിക്കും ഇതിൻ്റെ വിവരണം ഉള്ളത് പുരാതന കാവ്യമായ തിരുനിഴൽ മാലയിലാണ്. ഈ ഐതിഹ്യത്തെപ്പറ്റി വിഗ്രഹ പ്രതിഷ്ഠയെ പറ്റിയൊക്കെ യാതൊരു സൂചനയും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആറന്മുള ആശാൻ എന്നറിയപ്പെടുന്ന ചെറുകോൾ നെടുമ്പയിൽ കൊച്ചുകൃഷ്ണൻ ആശാൻ രചിച്ച ആറന്മുള വിലാസം ഹംസപ്പാട്ടിലെ ബ്രഹ്മചാരി രൂപമെടുത്ത് നദിക്കരയിൽ നിന്ന് കൃഷ്ണഭഗവാന് ചാക്കന്മാർ മുളകൾ കെട്ടിയ ചങ്ങാടത്തിൽ കയറ്റി വിളക്കുമാടത്തിലെത്തിച്ചു എന്ന് വിവരിക്കുന്നു. വിളക്ക് മാടത്തിനടുത്ത് കീഴ്തൃക്കോവിലിന് തെക്ക് ഭാഗത്ത് മണ്ണിട്ടുയർത്തിയ സ്ഥലത്ത് ആറന്മുള ക്ഷേത്രം സ്ഥാപിച്ചു എന്നും ആശാൻ വിവരിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് മണ്ണെടുത്തോ എന്ന് കരുതി വന്നിരുന്ന ഒരു കുഴി അടുത്ത കാലം വരെ അവിടെ ഉണ്ടായിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടകൾ തല്ലി മണ്ണു കളഞ്ഞ സ്ഥലം കൊട്ടതട്ടിമാലി എന്നറിയപ്പെട്ടു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. 1919 നവംബർ 14 തിരുവിതാംകോട്ട് സർക്കാർ ഉത്തരവിൻ്റെ പ്രകാരം ആറന്മുള ക്ഷേത്രത്തിലെ 4 ഉപക്ഷേത്രങ്ങളും 17 കീഴിടങ്ങളും ചേർന്നിരിക്കുന്നു. കീഴ്ക്ഷേത്രങ്ങൾ കീഴ്തൃക്കോവിൽ, ശാസ്താവ്, മായയക്ഷി, എറങ്കാവിൽ ഭഗവതി എന്നിവയാണ്. ഇവയെല്ലാം ക്ഷേത്രത്തിനകത്തു തന്നെയാണ്. 17 കീഴമ്പലങ്ങൾ തോട്ടമൻ, മാടമൻ, കുമരമ്പേരൂർ പിറയാറ്, ആയൂരൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, നാറാണത്തമ്പലം, നാരങ്ങറത്ത്, മേൽക്കൊഴൂർ, കാട്ടൂർ മഠം, കണ്ണങ്ങാട്ട് മഠം, കായന്താങ്ങി ഭഗവതി, കൈപ്പുഴ ദേവൻ, കിർമുളക്കാവ്, മാതളവേലി, മാരാമൺ ഇടച്ചിറമല, പാലക്കാട്ട് മഠം, അയിരൂർ പുതിയകാവ്, പുനന്തോട്ടം, ഗണപതി, അതേപോലെ പരമശിവൻ, ശ്രീഭഗവതി, അയ്യപ്പൻ, നാഗങ്ങൾ എന്നിവയാണ് ഉപപ്രതിഷ്ഠകൾ. ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് തെക്കോട്ട് ദർശനമായി ഗണപതിയുടെ ഒരു രൂപം കുത്തിവെച്ചിട്ടുണ്ട്. വായുകോണിൽ ബലഭദ്രസ്വാമിയും ഈശാന കോണിൽ നാഗദേവതന്മാരും പ്രതിഷ്ഠയാണ്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിന് സമീപം കിഴക്ക് ദർശനമായി യക്ഷിയെയും വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ശ്രീ ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുള്ള കീഴ്തൃക്കോവിൽ ക്ഷേത്രനിരപ്പിൽ നിന്നും 18 അടി താഴെയാണ്. ബലരാമനും പരശിവനും ഗണപതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. പുരാതനമായ ബലരാമക്ഷേത്രം സ്വതന്ത്ര ക്ഷേത്രമായിരുന്നു എന്നും അതിനെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ക്ഷേത്ര സമുച്ചയം ഉയർന്നു വന്നത് എന്നും വിശ്വാസമുണ്ട്. വടക്കു കിഴക്കേ മൂലസ്ഥാനത്ത് നാഗരാജാവിൻ്റെ നാഗയക്ഷിയുടെയും പ്രതിഷ്ഠ കാണാവുന്ന. ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് പ്രാധാന്യമുണ്ട്. നിത്യേന 5 പൂജകളുണ്ടെങ്കിലും ഉച്ചപൂജയ്ക്കാണ് അവയിൽ പ്രാധാന്യം. അർജുനൻ ഉച്ചപൂജ ചെയ്യാറുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് ഭഗവാന്റെ ചൈതന്യം കൂടുതൽ ഉണ്ടാവുമെന്നുമാണ് വിശ്വാസം. ഉച്ചപൂജ സമയത്ത് ക്ഷേത്ര പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നാലും അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. ഉപ്പുമാങ്ങയും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയും നിവേദ്യമുണ്ട്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. ധാരാളം വള്ളപ്പാട്ടുകളൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചിട്ടാണ് അവർ പാടുക. അതിൻ്റെ ഒരു പാട്ട് ഇങ്ങനെയാണ്: പത്രം നിരത്തി വടിവോടിഹ പന്തി തോറും ചിത്തം കുളിർക്കേ വിഭവം പലതും വിളമ്പി വൻപാർന്നിടന്ന പശിയൻപൊടു പൂക്കുവാനായി നല്ലൊരു തുമ്പമലരിൻ നിറമാർന്ന ചോറേ എന്ന് പറഞ്ഞ അങ്ങനത്തെയൊക്കെ പാട്ടുകളാണ്. പിന്നെ ഓരോന്നായിട്ട് പ്രത്യേകതയായിട്ട് അവരുടെ പാട്ടുകൾ കേൾക്കാൻ വളരെ മനോഹരമാണ്. ഓരോന്ന് ചോദിച്ച് വാങ്ങുന്നത് കാണാൻ നല്ല രസമാണ്. അതുപോലെ വഴിപാടുകൾ കൊടിമരച്ചോട്ടിൽ മഞ്ചാടി നിക്ഷേപിക്കുക, ആറ്റുകടവിലുള്ള മത്സ്യങ്ങൾക്ക് അരിയും തേങ്ങാപ്പൂളും നൽകുക, വള്ളക്കാർക്ക് അവിൽപ്പൊതിയും മുറുക്കാനും കൊടുക്കുക, പെരുവാങ്കുളത്തിന് വെള്ളം കുടി നടത്തുക എന്നിവരൊക്കെയാണ്. അതേപോലെ വർഷം തോറും ഉത്സവകാലത്ത് മുക്കുവർ നേർച്ചകളുമായി വരുന്ന ചടങ്ങുണ്ട്. അവരെ ക്ഷേത്രാധികാരികൾ യഥാരീതിയിൽ സ്വീകരിക്കുകയും അവർ സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടാക്കിയ വല, നയമ്പ്, വള്ളം എന്നിവ സമർപ്പിക്കുന്നു. സമുദ്രത്തിലെ അപകടങ്ങളിൽ നിന്ന് തങ്ങളെ കരകയറ്റുന്നതിനുള്ള പ്രതിവിധിയായിട്ടാണ് ഇതിനെ കാണുന്നത് അവർ. വള്ളസദ്യ പറയേണ്ട കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ രസമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ആറന്മുളയപ്പൻ്റെ, അതായത് ഗുരുവായൂരപ്പൻ്റെ തന്നെ പറയാം, ആ മഹാവിഷ്ണുവിൻ്റെ, ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.
എല്ലാവർക്കും ആറന്മുള വള്ള സദ്യയിലൊക്കെ പങ്കെടുക്കാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. പാലടയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്.
ശരി